ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് വേർഡ്സിന്റെ എൻഡിൽ ഈ വരുന്ന ഒരു കാര്യം. അപ്പൊ എഴുതുമ്പോൾ നമുക്ക് ഈ എഴുതണോ വേണ്ടയോ, അതുപോലെ റീഡ് ചെയ്യുമ്പോൾ ഈന്റെ സൗണ്ട് അവിടെ പറയണോ, എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് കുറെ പേർക്കുള്ള ഒരു കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഇപ്പൊ കുട്ടികൾക്കായാലും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ് ഇത്. ഡിക്റ്റേഷൻ ഒക്കെ ഇടുമ്പോൾ കുറെ മാർക്ക് പോകുന്നത് ഈ ഒരു കാര്യത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. മക്കൾക്ക് ഇതുപോലെ പറഞ്ഞു കൊടുക്കാട്ടോ. വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. ഇത് അറിഞ്ഞാൽ കുറേ അവരുടെ മിസ്റ്റേക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്പെല്ലിംഗ് റൂളാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സ്പെല്ലിംഗ് റൂളാണ്, അതിന്റെ പേരൊക്കെ കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ് കേട്ടോ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ മാജിക് ഈ റൂൾ എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷെ അത് എന്താ അതിനെ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ എൻഡിൽ ഈ വരുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ അതൊരു മാജിക് ചെയ്യുന്നു, കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും. ഈ അവിടെ ഒരു മാജിക് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ആ മാജിക് എന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വേർഡ്സ് എഴുതാം. ഓക്കെ, അസ്, മാറ്റ്, then റിപ്പ്. ഓക്കെ, ഈ വേർഡ്സ് നമ്മൾ എങ്ങനെ റീഡ് ചെയ്തപ്പോ അസ്, അതായത് സൗണ്ട്സ് ഉപയോഗിച്ച് അസ്, മാറ്റ് ഓർ റിപ്പ്. ഓക്കെ, അപ്പൊ ഈ വേർഡ്സ് ഞാൻ ചെറിയൊരു ചേഞ്ചസ് വരുത്താണ്. നോക്കിക്കേ, എൻഡിലൊരു ഇ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ വേർഡ് നമ്മൾ ഫെമിലിയർ ആയ ഒരു വേർഡ് ആണല്ലേ, യൂസ് എന്നാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അസ് പോയി യൂസ്, ഇതെങ്ങനെയാവുന്നത്? ഈ വേർഡ് നമ്മൾ സൗണ്ട്സ് ഉപയോഗിച്ച് അസ് എന്ന് റീഡ് ചെയ്തു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കാരണം ഇവിടെ ഈ ഉണ്ടല്ലോ, ഈക്ക് ഒരു മാജിക് പവർ ഉണ്ട്. ആ മാജിക് പവർ ഉപയോഗിച്ച് ഈ ഒരു ഷോർട്ട് വവലിനെ ലോങ് വവലാക്കി മാറ്റും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ യു എന്ന് വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ ലോങ് യുവിന്റെ മറ്റൊരു ഫോം ആണ് കേട്ടോ. നോക്കിക്കേ, യു ഡാഷ് ഇ, ഈ ഒരു ഫോം ആണ് ഇവിടെ വരുന്നത്. ഡാഷിന്റെ അവിടെ എസ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ റീഡ് ചെയ്യേണ്ടത് യു എന്നാണ്. ലോങ് യുവിന്റെ സൗണ്ട് ആണ് ഇവിടെ റീഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇവിടെ യു എന്ന് വരുന്നത്. പിന്നെ ഈ നമ്മുടെ ഇക്ക് ഈ ഒരു പവർ ഉണ്ട്, ചേഞ്ച് ആക്കാനുള്ള പവർ ഉണ്ട്. പക്ഷെ മൂപ്പര ഒരു ജോലിയൊന്നും ചെയ്യില്ല, സൈലന്റ് ആയ അവിടെ ഇരുന്നോളൂ. ഓക്കെ, അങ്ങനെയാണ് സൈലന്റ് ഇ ആണത് കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെ ഈന്റെ റൂൾ. അങ്ങനെയാണ് ഈ വേർഡ് യൂസ് ആയി മാറുന്നത്. ഷോർട്ട് വവലിനെ ലോങ് വവലാക്കി മാറ്റുകയാണ്. അപ്പൊ വേർഡ്സിന്റെ എൻഡിൽ ഈ ഒരു ഫോമിൽ കാണുമ്പോൾ ഇപ്പൊ യു ഡാഷ് ഇ, അതുപോലെ എ ഡാഷ് ഇ. ഇപ്പൊ നോക്കിയാൽ നമുക്ക് വേറൊരു വേർഡ് മാറ്റ് ആക്കാം. മാറ്റിനെ ഈ ആഡ് ചെയ്യുമ്പോൾ എന്താവും? മേറ്റ് ആവും അല്ലെ, മേറ്റ്. അതായത് ഇവിടെ ആ സൗണ്ട് ആണ്, ആ സൗണ്ട് ആണ്. അപ്പൊ ഇവിടെ ഈ വന്നു. ഈ എന്താ, ഈ ഉള്ളത് കൊണ്ട് ഈ എനെ ലോങ് ഫോം ആക്കും. അപ്പൊ എ എന്നാണ് അല്ലെ, ലോങ് എയുടെ സൗണ്ട് എ. സോ മേറ്റ്. ഓക്കെ, ദെൻ റിപ്പ്. റിപ്പിനെ നോക്കിക്കേ, ഈ ആഡ് ചെയ്താല് എന്തായി? ഐയുടെ സൗണ്ട് ഇ ആണ് ഇവിടെ. പക്ഷെ ഇവിടെ ലോങ് ഫോം റീഡ് ചെയ്യണം, കാരണം എൻഡിൽ ഇ വന്നു അല്ലെ. അപ്പൊ ഐ, സോ ഐ റൈപ്പ് അല്ലെ. റിപ്പ് പോയി റൈപ്പായി, ഇ ആഡ് ചെയ്തപ്പോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ എൻഡിൽ ഇ വരുന്ന ഈ ഒരു റൂള് വർക്ക് ചെയ്യുന്നത് കേട്ടോ. മാജിക് ഇ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇതൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ല, ജസ്റ്റ് ഈ ഷോർട്ട് ഫോമിന് ലോങ് ഫോം ആക്കുകയാണ്. ഈക്ക് ഒരു മാജിക് പവർ ഉണ്ട്, ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഉള്ളത് എ ഡാഷ് ഇ, ഇവിടെ ഐ ഡാഷ് ഇ, കണ്ടോ? ഇതേപോലെ ഇ ഡാഷ് ഇ, ദെൻ ഓ ഡാഷ് ഇ. ഇ ഡാഷ് ഇക്ക് നോക്കിക്കേ, ഈവ് എന്നൊരു വേർഡ് ഉണ്ട്, ഈവ്. കണ്ടോ? ഇവിടെ ഈന്നാ നമ്മൾ റീഡ് ചെയ്യണ്ടേ, കാരണം ഈ എന്നുള്ളത് ലോങ് ഫോം. ഓക്കെ, ലോങ് ഇയുടെ സൗണ്ട്. ദെൻ ഓക്ക് നോക്കി, ഹോപ്പ്, HOPE. ഓക്കെ, നോക്കിക്കേ, ഇവിടെ HOP എന്നൊരു വേർഡ് ഉണ്ട് അല്ലെ. ഇതും തമ്മിൽ എന്താ വ്യത്യാസം അറിയോ? ഹോപ്പ്. ഇവിടെ ലോങ് ആക്കി റീഡ് ചെയ്യണം. ലോങ്ങോയുടെ സൗണ്ട് ഓ. സോ ഓപ്പ്, ഹോപ്പ്. ഇവിടെ ഹോപ്പ്, ഇവിടെ ഹോപ്പ്. ഒന്ന് ലോങ് ആക്കണം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ എൻഡിൽ ഈ വരുന്ന നമ്മുടെ മാജിക് ഈ റൂൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, കുട്ടികൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ചെറിയ ചെറിയ വേർഡ്സ് ആണ്, ഇത് റീഡ് ചെയ്യാലോ എന്ന്. പക്ഷെ കുറെ വലിയ വേർഡ്സിന്റെ എൻഡിലും ഈ ഒരു ഫോമും വരും കേട്ടോ. അപ്പൊ നോക്കിക്കോ, വയലേറ്റ് എന്ന് ലേറ്റ്, കണ്ടോ? അതേപോലെ വരുന്നുണ്ടോ? അപ്പൊ വേർഡ്സിന്റെ എൻഡിൽ ഈന്ന് കണ്ടാല് അതിന് തൊട്ടടുത്തുള്ള വവ്വല് നമ്മൾ ലോങ് ഫോം ആക്കി റീഡ് ചെയ്യണം. ഇതാണ് ആ ഒരു
കോണ്ടന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക് ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അവിടെ കുറെ മിസ്റ്റേക്സ് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.